ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ആയിട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് ഹീറോയിൻ മിയ പറഞ്ഞൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. വേണ്ട മമ്മി വേണ്ട, ഫീവർ അടി വാ എന്ന് പറയുന്നത്. മിയനും ഡാഡി വിളിക്കും. മിയ ഡാഡി ഞാൻ വന്നു വണ്ടിയിലിട്ട് രണ്ടുപേരും ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നു. ആടായിട്ട് നിറയെ ഫ്രിക്ഷനാണ്. അങ്ങനെയായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. ഡോക്ടർ വന്നു എന്ന് പറയുന്നത് എല്ലാവർക്കും വന്നിട്ടില്ല. ലാസ്റ്റ് ഹീറോയി പറയുന്നത് മമ്മി വേണ്ട, ഇഞ്ചക്ഷൻ വേണ്ട എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് അറിയായിരുന്നു. വാടി എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെല്ലാം ചെക്കിങ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ജങ്കുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവൾക്ക് ഫീവർ കൂടി പോയി ഇനി വെറ്റാവല ഇവിടെ അഡ്മിറ്റാണ് ജങ്കുക്ക് പറയുന്നത്. ഇരയ്ക്ക് ചൊടി പറഞ്ഞു വിടില്ലടാ നിന്ന് ഞാൻ എന്ന് പറഞ്ഞ് ജങ്കുക്കിന് മുറിക്കായിരുന്നു. അപ്പോൾ ജങ്കുക്ക് പറഞ്ഞ് അവിടെ അഡ്മിറ്റായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അയ്യോ അമ്മ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് അറിയായിരുന്നു. മിയയുടെ മമ്മി പറയണം മിയ കൊച്ചി സമാധാനമായിരിക്കും മോളെ മമ്മി എന്ന് പറഞ്ഞ് മിയൊക്കെ അറിയായിരുന്നു. അപ്പോൾ ജങ്കുക്ക് വരുന്നായിരുന്നു. ജങ്കുക്ക് ബേബിക്ക് എങ്ങനെയാണ് ഓക്കെയാണോ ഒരു കുട്ടിക്ക് ഓക്കെയാണോ ജങ്കുക്ക് കേൾക്കായിരുന്നു. എന്താണ് കുട്ടിയല്ല, ഞാൻ 12th പഠിക്കാം, +2 ആണ് ഞാൻ പഠിക്കുന്നത്. +2 പഠിക്കാം, ഞാൻ കൊച്ചു കുട്ടിയല്ല, നീ കൊച്ചു കുട്ടിയെന്നല്ലേ, നീ +2 വരെ പഠിക്കുന്നത്. അത് മമ്മി നോക്കൂടെ എന്നെ കളിയാക്കുന്നത്. ഞങ്ങൾക്ക് തളനെ കളിക്കിട്ട് തളനെ ടച്ച് ചെയ്തിട്ട് അവിടുന്ന് ചിരിച്ചിട്ട് പോയായിരുന്നു. ഹീറോയ്ക്ക് ചോടിയായിരുന്നു വീട്ടിലോട്ടാ നിന്നെ വെച്ചിട്ടുണ്ട് ആപ്പ് എന്ന് പറഞ്ഞ് ഹീറോയി മുറിക്കായിരുന്നു. അങ്ങനെ ഏറ്റവും ഹീറോയ്ക്ക് ഡേസ് പോകാൻ തുടങ്ങി. ജങ്കുക്ക് വന്ന് ഹീറോയി നോക്കാതെ ഹീറോയ്ക്ക് ജങ്കുക്കുമാരെ ടെൻഷൻ കൂടി പോയായിരുന്നു. അപ്പോൾ ജങ്കുക്കിൻ്റെ ഹീറോയ്ക്ക് ഇപ്പോൾ കോണമായിരുന്നു. വലിയ കോണ് വന്നായിരുന്നു, അതെല്ലാം കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഗുൾഗുസും കാര്യമായിരുന്നു. അത് മാത്രമല്ല ഹീറോ മെല്ലെ പോയി നോക്കുക ജങ്കുക്കിന് റൂം പോയിരുന്നു. ഇവനിക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഹീറോയി ജങ്കുക്കിന് മണ്ടിക്കൊരു അടി വെക്കുക എന്ന് പറഞ്ഞ ഹീറോയി പ്ലാനിട്ടായിരുന്നു. എന്ത് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ജങ്കുക്കിന് അങ്ങനെ നോക്കുമ്പോൾ ജങ്കുക്ക് മാസ്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാമായിരുന്നു. ഞാൻ യഥാർത്ഥ ഫോൺ വരുന്നത് ജങ്കുക്ക് തിരിഞ്ഞ ഹീറോയി ജൊല്ലി വിട സൈറ്റ് അടിക്കണം. ആഹാ ഹാൻസം ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ജൊല്ലി വിടായിരുന്നു. ചേച്ചേ ഈ സൈറ്റ് അടിക്കുന്ന ടൈമല്ല, ഇവനിക്ക് അടിക്കണം എന്ന് പറഞ്ഞ ഹീറോയി പ്ലാനിട്ടായിരുന്നു. ജങ്കുക്ക് അങ്ങോട്ട് മാറിയായിരുന്നു. ജങ്കുക്ക് എന്തിനത്ത് വെച്ച് തലയിൽ കടിക്കാം എന്ന് പറഞ്ഞ ഹീറോയെ തേടായിരുന്നു. ആഹാ എന്ത് ചെയ്യാം അങ്ങനെയായിട്ട് അവിടെ നോക്കുമ്പോൾ ജങ്കുക്ക് നോക്കുമ്പോൾ അവിടെ ജങ്കുക്കിൻ്റെ പ്ലേസിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഇതിലടിക്കാം ജങ്കുക്ക് തിരിഞ്ഞിട്ടാണ് ഡ്രസ്സ് ചെയ്യാം മണ്ടയ്ക്ക് ഒരു അടിയൊക്കെ ആയിരുന്നു. അയ്യോ വേറെ നിൽക്കുന്നത് ആരാ തിരിഞ്ഞൊക്കെ അടി കൊടുത്തിട്ട് ജങ്കുക്ക് ഒരടി കൊടുത്തത് അടി കൊടുത്തിട്ട് വാഞ്ഞോട് വന്നായിരുന്നു. ജങ്കുക്ക് ആരാ എന്ന് ജങ്കുക്ക് തിരിഞ്ഞ് നോക്ക്, ആരെ കാണാൻ പറ്റില്ല. ആരായിരിക്കും അടിച്ചത് എന്ന് ജങ്കുക്ക് ഓർക്കായിരുന്നു. ജങ്കുക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ജങ്കുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ജങ്കുക്കിന് ഹീറോയി ഒരുമാതിരി ലുക്കിടായിരുന്നു. അടി കിട്ടിയില്ലേ എന്ന് പറഞ്ഞായിരുന്നു. ജങ്കുക്ക് കൺഫ്യൂസ് ആയിരുന്നു. ആരാ എൻ്റെ പ്ലേസിൽ വന്ന് അടിച്ചത് എന്ന് ജങ്കുക്ക് കൺഫ്യൂസ് ആയിരുന്നു. ശരി ഓക്കെ എനിക്ക് ലേറ്റായി എന്ന് പറഞ്ഞ് ജങ്കുക്ക് പോയിരുന്നു. അപ്പോൾ ജങ്കുക്ക് എനിക്ക് CC ക്യാമറ വേണമെന്ന് ജങ്കുക്ക് പറയായിരുന്നു. അങ്ങനെ ജങ്കുക്ക് ബിസി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡേസ് പോകുന്നുണ്ടെങ്കിൽ ജങ്കുക്ക് മനസ്സിലായിരുന്നു ആ കുട്ടിയാ ശരി എന്ന് പറഞ്ഞ് ജങ്കുക്ക് മിണ്ടാതിട്ടായിരുന്നു. ഡേസ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഇപ്പോൾ കോളേജിക്ക് ഫസ്റ്റ് ഇയർ ആണ്. ഹീറോയി അമ്മയച്ഛൻ പറയണം മോളെ കോളേജ് ഫസ്റ്റ് ഇയർ ആണ്, പറഞ്ഞൊക്കെ നല്ലതായിട്ട് പഠിക്കണോ. ശരി അമ്മേ എന്ന് പറയണം. നമ്മുടെ മിയ പറഞ്ഞ ഒരു മൂവിയിലെ ചൈൽഡ്ഹുഡ് ആക്ടറാണ് ഇപ്പം നമ്മൾ ഹീറോയായിട്ട് അഭിനയിക്കുകയാണ്. മൂവിയിലെല്ലാം ഹീറോയി പറഞ്ഞ ഡ്രാമയിലെല്ലാം നന്നായിട്ട് ആക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ സിസ്റ്റർ ക്യാരക്ടറാണ്. നന്നായിട്ട് ഹീറോയിൻ ക്യാരക്ടർ നന്നായിട്ട് ഹീറോയിൻ ക്യാരക്ടറാണ് സിസ്റ്റർ ക്യാരക്ടറായിട്ട് അനിയത്തി ഇങ്ങനെയായിട്ട് ക്യാരക്ടറായിട്ട് അഭിനയിക്കും. അതുമാത്രം മിയ പറഞ്ഞ ഒരു ആക്ടറായിട്ട് ഡാഡി പറഞ്ഞ ഒരു ഡയറക്ടറാണ്. ഡയറക്ടറല്ല മമ്മി ഡയറക്ടറാണ്. ഡാഡി ഡയറക്ടറായ ഹീറോയിൻ മമ്മി പറഞ്ഞ കമ്പനി പറഞ്ഞ CEO ആണ്. അതുമാത്രം ഹീറോയിൻ മമ്മിയാണ് റിച്ച്, ഡാഡി അത്ര റിച്ച് ഒന്നുമല്ല. അതുമാത്രമല്ല ഹീറോയ്ക്ക് മൂവിയെല്ലാം ഹീറോയിൻ മമ്മിയാണ് എടുക്കുന്നത്. ഡ്രാമയിൽ എടുക്കുന്നത് ഒരു 2 ആളെ വെച്ചിട്ട് ഡ്രാമ എടുക്കുന്നത്. ഹീറോയ്ക്ക് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയി ജോലിയായിട്ട് എൻജോയ് ചെയ്തിട്ട് വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ്റെ മമ്മി പറയായിരുന്നു മിയ എന്താ മമ്മി ഇപ്പോൾ കോളേജ് ഫസ്റ്റ് ഇയർ ആണ് മമ്മി, ഇപ്പോൾ എത്രയായി 1 month ആയി മമ്മി. ശരി മിയ ഇനി നിനക്ക് മാരേജ് അങ്ങ് ചെയ്യാൻ പോവാം. എന്താ മമ്മി പറഞ്ഞ മാരേജാ, അത് നടക്കല. അത് മമ്മി എനിക്ക് പിടിച്ച ചെക്കനൊക്കെ ഞാൻ മാരേജ് ചെയ്യാം മമ്മി, ഞാൻ കോളേജ് പഠിച്ച് പിന്നെ മാരേജ് കഴിക്കാം എന്നെ മിയ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നീ മാരേജ് കഴിക്കണം മമ്മി എന്ന് പറയുന്നു മിയ. പറഞ്ഞേക്കടി മാരേജ് കഴിച്ചേ പറ്റൂ, ഇല്ല എൻ്റെ സ്വഭാവം ചേഞ്ച് ആവും. മമ്മി പറഞ്ഞു ഡ്രസ് പീസ് മതി മിരട്ടായിരുന്നു. ഡാഡി എനിക്കൊന്നും അറിയില്ല മോളെ എന്ന് പറഞ്ഞ് ഡാഡിയുടെ എസ്കേപ്പ് ആയിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. എന്ത് ചെയ്യാ എനിക്ക് നാളെ എൻഗേജ്മെൻറ്റ്, ഇന്ന് കോളേജൊക്കെ ഒന്നും വേണ്ട ലീവ് വെച്ച് വേണ്ട മമ്മി എന്ന് ഹീറോയിൻ കുറേ തപ്പിച്ച് നോക്കുമായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹീറോയിനെ റെഡി ചെയ്ത് വന്നിരുന്നു. നോക്കുമ്പോൾ ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ്
ആളാരും അറിയാതെ ശ്രദ്ധിക്കുക സാഡായിട്ടുണ്ടായിരുന്നു. ജങ്കുക്കിനെ ശ്രദ്ധിച്ചില്ല. ജങ്കുക്ക് ഹീറോയ്ക്ക് എൻഗേജ്മെൻ്റ് ആയിരുന്നു. ഹീറോയെ ശ്രദ്ധിച്ചില്ല. പിന്നെ ഹീറോയെ ശ്രദ്ധിക്കാതെ സാഡായിട്ടുണ്ടായിരുന്നു. അവർ ഓക്കേനെ പറയണം. ഹീറോയെ ഇപ്പം നൈട്ടാണ്, നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഉറങ്ങുമ്പോൾ ജനലിൽ ഒരാളെ തുള്ളിയിട്ട് ഓടി വന്നായിരുന്നു. ആഹാ ആഹാ എല്ലാം ഉറക്ക, ശരി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ സൈറ്റ് അടിക്കായിരുന്നു. അങ്ങനെ ഹീറോയുടെ അടുത്ത് വന്ന് നോക്കുമ്പോൾ ഹീറോയിനെ സൈറ്റ് അടിക്കായിരുന്നു. അപ്പോൾ ഹീറോയി കണ്ണ് എന്താ തണ്ണി കുടിക്കണം ഏതാ തന്നെ നോക്കുമ്പോൾ ഷോക്കായിരുന്നു. എന്ന് വെച്ചാൽ ജങ്കുക്കായിരുന്നു. എന്താ കള്ളൻ എന്ന് പറയുന്നത്, കള്ളനല്ല ഞാനാ എന്ന് ജങ്കുക്ക് ലൈറ്റ് ഇട്ടായിരുന്നു. നീ ഡോക്ടറല്ല? അതെ. നീ എൻ്റെ വീട്ടിൽ എന്താ ചെയ്യുക? മറന്നോ? നിനക്ക് എനിക്കല്ലേ എൻഗേജ്മെൻ്റ് ആയാ? നീ എൻ്റെ ഫാൻസിയാണ് ഞാൻ എന്ന് പറയുന്നു. എനിക്ക് മാരേജാ? എപ്പോൾ? ഇനി നാളുണ്ട് എനിക്ക് മാരേജ് എന്ന് പറയാൻ. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. മമ്മി എന്ന് ഒച്ചടക്കും. ജങ്കുക്ക് തെറിച്ചുകൂടി വരുന്നു അവിടുന്ന്. മമ്മി എന്ന് പറയണം, എനിക്ക് 4 ദിവസം കഴിഞ്ഞ് മാരേജ് ആണോ? അതേ മോളെ നിനക്ക് മാരേജ് ആരാ പറഞ്ഞ? എനിക്ക് മാരേജ് വേണ്ട എന്ന് പറഞ്ഞേക്ക് മാരേജ് നടക്കൂ. ഹീറോയ്ക്ക് കുറേ ട്രൈ ചെയ്തതാണ്. ഹീറോയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല. പാവ ഹീറോയി സാഡായിരുന്നു. ഹീറോയി ഫ്രണ്ട് പറയായിരുന്നു, സോഫിയ ഒന്നും ചെയ്യാൻ പറ്റില്ല മിയ, സോറി മിയ എന്ന് പറയണം. മൈക്കിൾ നോ മിയ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനെക്കുറിച്ച് ഞാൻ പോയിട്ട് നോക്കിയായിരുന്നു. അവന് കാണാൻ സോർട്ടായിട്ട് വേണം. അവന് ഓൾറെഡി റോഡി മാറി കോളേജിലെ ഭയങ്കര റെക്കറ്റ് ബോയ്, ഭയങ്കര ടെററിസം, അതൊക്കെ സൂട്ടാലപ്പാ എന്ന് പറയാം. രണ്ടുപേരും പേടിച്ചിട്ട് പറയായിരുന്നു. ഡേയ്സ് തുടങ്ങിയായിരുന്നു ഹീറോയ്ക്ക്. ഇപ്പം മാരേജ് പാവ ഹീറോയ് സാഡായിരുന്നു. എനിക്കറിയാൻ തുടങ്ങിയായിരുന്നു ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ മാരേജ് നടന്നായിരുന്നു. പിന്നെ രാവിലെ ആയിരുന്നു ഹീറോയിൻ വീട് സാഡായിരുന്നു. ജങ്കുക്ക് പറയായിരുന്നു, ശരി ഇപ്പോൾ ഒന്നും വേണ്ട, നീ പഠിച്ച ശേഷം നമുക്ക് നോക്കാം. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. ജങ്കുക്കാണ് ഹീറോയെ മുറയ്ക്കുന്നു. ജങ്കുക്കായിരുന്നു എന്തിനാ മുറയ്ക്കുന്നു? ഇഞ്ചക്ഷൻ നിനക്ക് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു ജങ്കുക്ക് പറയാതെ. ജങ്കുക്ക് സ്മൈൽ ചെയ്യാൻ തുടങ്ങിയത്. ജങ്കുക്ക് ടെൻഷനായ ഹീറോയിൻ പറയായിരുന്നു. ജങ്കുക്കിന് ഹീറോയിൻ ഗോൾഡായിട്ട് കണ്ട പേടിച്ച് തെറിച്ച് ഓടുമായിരുന്നു. ജങ്കുക്ക് സ്മൈൽ ചെയ്തായിരുന്നു. ഇപ്പോൾ ഡേയ്സ് അങ്ങനെ ആയതുകൊണ്ട് പോയുണ്ടായിരുന്നു. നമുക്ക് എന്താ സംഭവിക്കുന്നത് അടുത്ത സ്റ്റോറിയിൽ മീറ്റ് ചെയ്യാം.